ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ കാറിന്റെ ഉള്ളിലാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ. ഇപ്പൊ എന്തായാലും ആ ഒരു എപ്പിസോഡിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ സ്റ്റീരിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്റ്റീരിയോ വെച്ചിട്ടില്ല, അവര് സ്പീക്കേഴ്സ് എല്ലാം തന്നെ അഴിച്ചു മാറ്റിയിട്ടാണ് നമുക്കിത് തന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിനിപ്പോൾ ആദ്യം ഇന്ന് പോയിട്ട് സ്റ്റീരിയോ വെക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം നിങ്ങളും ഇനിയിപ്പോൾ നിങ്ങളുടെ കാറിൽ സ്റ്റീരിയോസ് ഒക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പാലക്കാടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാനൊരു 2-3 സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടാണ് ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ അവിടെയാണ് എനിക്ക് ഇത്രയും കൂടെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് തോന്നിയത്. കുറച്ചുകൂടെ ചീപ്പാണെന്ന് തോന്നുന്നു. പിന്നെ ക്വാളിറ്റിയും തരക്കേടില്ലാത്തതാണ്. ഞാൻ കുറേ റിവ്യൂസ് ഒക്കെ വായിച്ചിട്ടാണ് ഇപ്പം അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവുത്രാടം എന്ന് പറഞ്ഞ ഒരു കടയിലോട്ടാണ് കേട്ടോ. അപ്പൊ അത് ചന്ദ്രനഗറാണ് വരുന്നത്. ശരിക്കും പാലക്കാടുകാർക്ക് അറിയായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് റേറ്റ് കാര്യങ്ങൾ ഒന്ന് നോക്കുന്നുണ്ടാവും, എന്നിട്ടായിരിക്കും എടുക്കണ്ടാവും കേട്ടോ. നമ്മളിപ്പോ എന്തായാലും സെക്കൻഡ്സ് വേണ്ടതുകൊണ്ട് അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. അത്യാവശ്യം കുറച്ച് പൈസ മാത്രം മുടക്കിയിട്ടാണ് ഇത് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നത്. ഇപ്പൊ എത്താറായിട്ടുണ്ട്, ഏകദേശം ചന്ദ്രനഗർ എത്താറായിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോകുമ്പോൾ കാണാം. അങ്ങനെ നമ്മുടെ ആ ഷോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് തിരുവുത്രാടം കാർ ജ്വൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്തായാലും തൽക്കാലം ഇവിടെ വണ്ടി ഒന്ന് ഒതുക്കിയിടാം കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കട എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നേരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റീരിയോനെ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് മിൻറ്റയുടെ ആണ് കേട്ടോ. മിൻറ്റയുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അവരുടെ കുറേ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് 2 വീലേഴ്സിനും 4 വീലേഴ്സിനും ഉള്ളത്. അപ്പോൾ അവരുടെയാണ്, തരക്കേടില്ലാത്താണെന്ന് പറയുന്നുണ്ട്. നമുക്ക് 6 മാസം വാറണ്ടി ഉള്ള ഒരു സെറ്റാണ് കേട്ടോ. ഇത് ഏകദേശം 1600 രൂപയുടെ അടുത്താണ് റേഞ്ച് വരുന്നത്. നമുക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതാണ് എടുക്കാൻ തീരുമാനിച്ചത് കേട്ടോ. അതുപോലെ പയനീറിൻ്റെ 4-ഇഞ്ചിൻ്റെ 2 സ്പീക്കേഴ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു സെറ്റിന് ഏകദേശം 1200 രൂപയാട്ടോ വില വരുന്നത്. പിന്നെ നമ്മുടെ പഴയ കാറായതുകൊണ്ട് ഇതിൽ ഡാഷ്ബോർഡിലാണ് സ്പീക്കേഴ്സ് വരുന്നത്. അതുകൊണ്ട് 4-ഇഞ്ച് ആയിരിക്കും ബെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫിറ്റ് ചെയ്യാൻ ഇവിടെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പരെ കൊണ്ട് ഒന്ന് ഫിറ്റ് ചെയ്യിപ്പിക്കാം നമുക്ക് ആദ്യം. ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത സ്റ്റീരിയോ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ കണ്ടല്ലോ മിൻഡ എന്നുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ കമ്പനി മിൻഡയാണ്. അപ്പം അതിൻ്റെ തന്നെ അവർ നമുക്കൊരു 6 മാസത്തെ വാറണ്ടി കാർഡ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും നമുക്ക് അവിടെ തന്നെ ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ മാറ്റി തരുമെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ആയത് ഏകദേശം 1500 രൂപയുടെ അടുത്താണ് നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയത് കേട്ടോ. പിന്നെ എല്ലാം കൂടെ ചേർത്തിട്ട് അവർ കുറച്ചൊക്കെ കമ്മിയാക്കി തന്നു. അപ്പോൾ നിങ്ങളും പോവുകയാണെങ്കിൽ അവർ അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ സർവീസും കാര്യങ്ങളൊക്കെ നീറ്റ് തന്നെയാണ്. നമുക്ക് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. അതായത് ഏകദേശം അവരൊരു 1 മണിക്കൂർ നമ്മളെ നിർത്തിയിട്ടാണ് ഈ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നത്. എന്തായാലും തരക്കേടില്ലാത്ത ഒരു ഇതാണ്. ഞാൻ പാട്ട് വെച്ച് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ സ്പീക്കർ വരുന്നത് 2 ഡാഷ്ബോർഡിൻ്റെ 2 സൈഡായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാർ ഇത് കുറച്ച് പഴയ കാറായതുകൊണ്ട് ഡാഷ്ബോർഡിലാണ് വരുന്നത്. ഇപ്പോഴത്തെ പുതിയ കാർസിലാണെങ്കിൽ നമുക്ക് ഒരു ഡോർസിലൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ 2 ഡാഷ്ബോർഡിലാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. നമ്മൾ ബാക്കിൽ കൂടെ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിന്നായിരുന്നു ഒരു സ്പീക്കർ. പക്ഷേ നോക്കുമ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ബാക്കിലൊക്കെ വേണമെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും റിമോട്ടും വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. ഒരു റിമോട്ട്, ഒരു മിനിറ്റ്, ഇതാണ് റിമോട്ട് കേട്ടോ. അപ്പോൾ റിമോട്ട് കൂടിയാണ് വരുന്നത്. റിമോട്ട് കൂടിയാണ് 1500 രൂപയാണ്. വലിയ തിരക്കേട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേ സാധനം ഒരു 2-3 കടകളിലൊക്കെ നമ്മൾ ഓൾറെഡി പാലക്കാട് തന്നെ അന്വേഷിച്ചു. അപ്പോൾ അവിടെയൊക്കെ കണ്ടത് വെച്ചിട്ട് സ്റ്റീരിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് 2300 രൂപയ്ക്കാണ് കേട്ടോ. വിത്ത് വാറണ്ടി എന്ന് പറയുമ്പോൾ 2300 രൂപയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവിടെയും. അപ്പോൾ നമുക്ക് ഇവിടെ മാത്രമാണ് 1500 രൂപ എന്നുള്ള ഒരു റേറ്റിനൊക്കെ അവർ തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും മിൻറ്റ് ആയതുകൊണ്ട് ഞാൻ എടുക്കാൻ കാരണം വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ പഴയ വണ്ടി ഉണ്ടല്ലോ, CD100, ഹീറോ ഹോണ്ട CD100, അതിലുള്ള പല പാർട്സും നമ്മളിപ്പോൾ രണ്ടാമത് വെച്ചിരിക്കുന്നത് മിൻറ്റയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മിൻറ്റയുടെ ഒരു കമ്പനീനെ കുറിച്ച് അറിയാം. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല കമ്പനി തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എടുത്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്പീക്കേഴ്സ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പയനീറിൻ്റെ ആണ്. അത് ഏകദേശം നമുക്ക് ആയത് 1200 രൂപ ആ ഒരു റേഞ്ചിനൊക്കെയാണ് നമുക്ക് ചെയ്തു തന്നത് അവർ. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറെ സർവീസ് കോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫിക്സിങ്ങും കാര്യങ്ങൾക്കൊക്കെ വയറിങ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേറൊരു കോസ്റ്റ് കൂടെ കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് അത്യാവശ്യം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അവർ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളെന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു നോ കോപ്പിറൈറ്റ് മ്യൂസിക് വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ഏറ്റവും കുറവ് സൗണ്ട് ആട്ടോ. വോളിയം ഞാൻ 1-ലാണ് വെച്ചിരിക്കുന്നത്. They know me all over this planet. I'm just a man and I can't understand it. Proud that I win and I did it myself. Probably wanting to fuck the help. Hearing subliminals all on myself. Feel like I'm breaking, I'm falling to hell. Told me I'm sick and I tell them, oh well. Rather be dead than to know that I fell. Live for the chase, life is a race. I'm out of space, I'ma get on my face. I got a taste, want the whole plate. Finna get laced if we step out of place. Like, first off, you don't run nothing. All talking, your team bluffing. My squad, we all... കണ്ടല്ലോ, നമുക്ക് ഈ വോളിയം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8-ല് വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. നമ്മൾ അത്രയൊന്നും വെക്കില്ല സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോൾ. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു വോളിയം ഇതിലൊരു 5-ലൊക്കെ വെച്ചിട്ട് സുഖമായി പോകാട്ടോ. നമ്മുടെ ബാക്കി വേണമെങ്കിൽ നമ്മുടെ ഫോണിൽ നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ SD കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൂടൂത്ത് വെക്കുകയാണെങ്കിൽ കൂടെ നമ്മുടെ ഫോണിൽ ഒരു ഫുൾ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം 2-3 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വോയിസ് ഉണ്ട് കേട്ടോ. സുഖമായിട്ട് തന്നെ നമുക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ SD കാർഡ് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ യൂസ് ചെയ്തതിൽ ഏകദേശം ഒരു 4-5-ലൊക്കെ നമുക്ക് നല്ല സൗണ്ട് തന്നെ ഉണ്ട്. സുഖമായിട്ട് പോവാം. അത്യാവശ്യം ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലായിട്ട് എക്സ്ട്രാ സ്പീക്കേഴ്സ് ഒന്നും തന്നെ വെക്കേണ്ട ആവശ്യമില്ല. ഇതിലും മാത്രം തന്നെ പോകാൻ സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ ഇല്ലാന്ന് വയ്ക്കുക. ഇനിയും ചീപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിലോട്ട് വിടുക. അവിടെ ആകുമ്പോൾ നമ്മുടെ ബൈക്സിനായിക്കോട്ടെ കാർസിനായിക്കോട്ടെ എല്ലാ വണ്ടികൾക്കും ഭയങ്കര ചീപ്പായിട്ടുള്ള സ്പെയർ പാർട്സും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ സാധനങ്ങളും എല്ലാം തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റീരിയോസിനൊക്കെ നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ ആയത് 1200 ആണെന്ന് വെച്ചാൽ അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 800 റുപ്പീസിനൊക്കെ അവർ ചെയ്തു തരുന്നതായിരിക്കും. ഏകദേശം പകുതി വിലയ്ക്കൊക്കെ ചെയ്യുന്ന കടകളുണ്ട്. പക്ഷേ ഏകദേശം 800-നൊക്കെ തരക്കേടില്ലാത്ത സ്റ്റീരിയോസ് നിങ്ങൾക്ക് കിട്ടും. ഇനി അതിലും കുറവ് വാങ്ങുന്നത് മണ്ടത്തരമായിരിക്കും. കാരണം ഭയങ്കര ചീപ്പായിട്ടുള്ള ചാത്തൻ സാധനമൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കി വാങ്ങണം. നമ്മളെന്തായാലും വൈകാതെ തന്നെ ഒന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഉക്കടം മാർക്കറ്റിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു കോവിഡിന്റെ സാഹചര്യം അതും ഇതൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാർ എടുത്ത് അങ്ങോട്ട് പോകാത്തത്. കുറച്ചൊന്ന് സെറ്റായിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പീക്കേഴ്സ് ആയിക്കോട്ടെ. സ്പീക്കേഴ്സിന് ഏകദേശം നല്ലൊരു സ്പീക്കറിനൊക്കെ ഭയങ്കര ഒരു 900 റുപ്പീസിനൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ 1300 ആ റേഞ്ചിനെ കിട്ടിയത്. അതിൽ നന്നായിട്ട് തന്നെ കുറയാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോയി എടുക്കുകയാണെങ്കിൽ. പക്ഷെ പോകുമ്പോൾ എപ്പോഴും ബൾക്കായിട്ട് എടുക്കാൻ ശ്രമിക്കുക. കാരണം ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ പോവുക. അപ്പോൾ ഒരു വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബൾക്കായിട്ട് എടുത്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ലാഭമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പാലക്കാടുകാരാണ്, നിങ്ങൾക്ക് ഇന്നത് വാങ്ങണം എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. കാരണം എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.